അമ്മ വാതിലൊന്നും അടക്കുവാട്ടോ. വേണ്ടടാ, അടയ്ക്കണ്ട. ഓ, ഇവന്റെ ഒരു കാര്യം. ക്യാബേജിനുണ്ടല്ലോ ഭയങ്കര ഉപ്പായിരുന്നു. ചേച്ചി ഉണ്ടാക്കിയല്ലേ? ഓ അങ്ങനെ. അതെ, കല്യാണം എന്നൊക്കെ പറഞ്ഞ വായിക്ക രുചിയായിട്ട് എന്തായാലും തിന്നാൻ വേണ്ടി ആൾക്കാർ വരുന്നു. ഇത് ഉമ്മ ഏതാണ്ടൊക്കെ വെട്ടിപ്പുഴുങ്ങി വെച്ചേക്കുക. എന്തുവായി? അത് പിന്നെ സോമൻ പറഞ്ഞ കണക്കല്ലേ എനിക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതെ, സോമന്റെ കല്യാണമല്ലേ ഇത്? സോമന്റെ രീതിയിൽ നാടൻ ഭക്ഷണം ഉണ്ടാക്കി. ഇത് നാടനൊന്നുമല്ല, പിന്നെ ഒന്നാന്തരം പിശുക്ക്. ഒന്ന് പോടും. അവൻ പറയുന്ന മുറയ്ക്ക് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലേ 1.5 ദിവസം ഉപദേശിച്ച് കൊന്നുകളയും. നിനക്കറിയാലോ സോമന്. പിന്നെ പൊതുവെ സ്ത്രീയും പുരുഷനും തുല്യരാണെന്നല്ല പറയാറ്. പക്ഷെ ഈ ഒരു അവസരത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ശാലിനിയുടെ അച്ഛനും അമ്മയും ശാലിനിനെ പഠിപ്പിച്ചു, വളർത്തി, വലുതാക്കി അല്ല. എന്നിട്ട് ഒരു പരിചയമില്ലാത്ത, അല്ലെങ്കിൽ ഇന്നലെ പരിചയപ്പെട്ട എൻ്റെ വീട്ടിലേക്കല്ല ശാലിനിയെ കെട്ടിച്ചാച്ച. ഇതൊരു തരത്തിൽ ഒരു പറിച്ചു നടലല്ലേ? സമ്മതിക്കണം, ഇവിടെ ത്യാഗത്തിനെ സമ്മതിക്കണം. ഓ എന്തല്ലേ. അതുകൊണ്ട് തന്നെ ശാലിനിക്ക് എപ്പോൾ അച്ഛനമ്മനെ കാണണം തോന്നി കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം. എന്നോട് ഒരു വാക്കുകൂടി ചോദിക്കണ്ട. ആ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ആ കിടക്കാല്ലേ? ശാലിനി എന്തുപറ്റി? ചേട്ടാ, എനിക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ പോണം. എനിക്ക് എന്റെ അച്ഛനെ അമ്മനെ കാണണം. ശാലിനി വീട്ടിൽ പോവാം. ശാലിനി വീട്ടിൽ പോവാം, ഒരു കുഴപ്പമില്ല. സോമ, എന്താടാ ഇവിടെ ഒരു കരച്ചില്? എന്നിട്ടും വായുന്നന്റെ റെയിൽ വണ്ടി, കയറ്റങ്ങൾ അനവധി, ഇറക്കങ്ങൾ അനവധി, എന്നിട്ടും വായുന്നന്റെ റെയിൽ വണ്ടി. അതെ, എന്റെ ഒരു സംശയം, ഇവരെത്ര കാലം ഒരുമിച്ച് ജീവിക്കും? എന്താന്ന്? അതല്ല, ഇവരെത്ര കാലം ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചു പോകും എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. എടാ വൃത്തികെട്ടവനെ, എന്തോ? ഇരുന്ന് കള്ളു മേടിച്ച് കുടിച്ചിട്ട് വൃത്തികേട് പറഞ്ഞാണല്ലോ. എന്റെ വണ്ടിയുടെ ശബ്ദമല്ലേ കേട്ടത്? നിങ്ങൾ കേട്ടില്ലേ? എടാ പോ, എടാ എന്റെ വണ്ടി കൊണ്ടുവന്നടാ. എന്നാ പറ്റി? ഒന്നുമില്ല സഹിച്ചേട്ടാ. എടാ ഹെഡ്ലൈറ്റ് എന്നാ പറ്റി? ആ കൊച്ചിനെ എന്നാ പറ്റി? അവൻ ഉപദേശിച്ചു കാണും, അല്ലാണ്ട് ആ കൊച്ചു കരയുവോ? അങ്ങോട്ട് എന്തോന്ന്? കൃതാവുണ്ടോ? അകത്തുണ്ട്. നടക്ക്. സാറേ, ഇതേണ്ട മൈസൂരൻ ചേട്ടൻ വന്നിട്ടുണ്ട്. എന്തിനാ? നമ്മുടെ ആ കോഴി കർഷകരുടെ ലോണിൻ്റെ കാര്യം. മൈസൂരാൻ ഇത് 5-10 കോഴികളെ വെച്ച് കൃഷി ചെയ്യുന്ന ദരിദ്രരായിട്ടുള്ള കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ലോണാണ്. ഇതിൽ തിരുമറി നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ പൊന്നു സാറേ, ഇത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. ഞാൻ 10 പേരുടെ ഐഡന്റിറ്റി കാർഡ് അങ്ങോട്ട് തരും, 10 പേരും. അത് ആരാന്താന്നും സാർ അന്വേഷിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. ലോൺ മുഴുവൻ ഞാൻ എടുത്തോളാം. സാറേ, ആ സബ്സിഡി വേണം, ഞങ്ങൾ സാറിനങ്ങ് തന്നേക്കാം. ചേട്ടൻ എഴുന്നേക്ക്, സണ്ണിയാളെ വിളിച്ചോണ്ട് പോകും. സണ്ണി, സാറിൻ്റെ വീടിൻ്റെ മുമ്പിൽ കിടക്കുന്ന റോഡിൻ്റെ പണി എപ്പോഴാണ് വേണ്ടത് നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് അത്തപ്പൂക്കളവിട്ട പോലത്തെ റോഡ് പണിതിട്ട് ഒരു മഴ പെയ്തപ്പോൾ അത് മുഴുവൻ ഒലിച്ചു പോയതിൻ്റെ ഗതികേട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 കാലുള്ളിടത്തോളം കാലം ഞങ്ങൾ നടന്നു പോയിക്കോളാം. ചേട്ടാ, സമയം കളയണ്ട, ചെല്ല്. ശരി, കാണാം. ആ വാടാ.
ആ അതെ ചന്തു വന്നു. ആ എന്തു പറ്റിയളിയാ നേരത്തെ? ഏയ് ഇവനെ ചെറിയ തലവേദനയും പനിക്കോളും ഒക്കെ. ചേട്ടാ ചന്തു ഇപ്പം വേണ്ട മരുന്നൊന്നും കഴിക്കുന്നില്ല. എല്ലാം സോമൻ ചേട്ടൻ പറഞ്ഞിട്ടാണെന്നാ പറയുന്നത്. ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞളും കൂടിയിട്ട് ആവി പിടിച്ച് ഒരു ചുക്ക് കാപ്പിയും കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അവന്. എൻ്റെ പിന്നെ എനിക്ക് ഇവനൊരു സ്റ്റാഫ് മാത്രമല്ല, എൻ്റെ അനിയൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ പറയൂ? സോമൻ ചേട്ടാ, നീ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ആളാ. ആളിയെ ഇംഗ്ലീഷ് മരുന്നിന് അങ്ങനെ കുറച്ച് കാണണ്ട. അത് ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കുക തന്നെ വേണം. ആ സമയത്തെ ഈ ഇഞ്ചിയും കുരുമുളകൊന്നും അത്ര പ്രയോജനപ്പെട്ടൊന്നും വരില്ല. ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് ഉണ്ട്, സൈഡ് എഫക്ട്സിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? അതിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തുക്കൾ എന്താണെന്ന് അറിയോ? ഇതൊന്നും അറിയാതെ നമ്മൾ വെറുതെ വാരി വലിച്ച് കഴിക്കുവാണ്. നീ കുറച്ചു നേരം ഇങ്ങനെ ഉറങ്ങാൻ നോക്ക്. ചേച്ചി തിരിച്ചു വന്നോ? ആ തിരിച്ചു വന്നു. ചെറിയൊരു ഹോം സിക്നസ്, അവളങ്ങനെ അധികം മാറിയൊന്നും തന്നില്ല.